ഒരു കാലഘട്ടത്തിൽ ചെറിയ പാതകളിലൂടെയും വരുമാനം കുറഞ്ഞ മേഖലകളിലും കെ.എസ്.ആർ.ടി.സി. പരീക്ഷിച്ച മിനി ബസ്സുകൾ വീണ്ടും നിരത്തിലിറങ്ങുന്നു. ഓർഡിനറി, നോൺ എ.സി. വിഭാഗത്തിൽപ്പെട്ട മിനി ബസ്സുകളുടെ ട്രയൽ റൺ തിരുവനന്തപുരം ചാക്ക എയർപോർട്ട് പാതയിൽ നടന്നു. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ട്രയൽ റൺ നടത്തിയാണ് ബസ് സർവീസ് ആരംഭിച്ചത്. 8.63 മീറ്റർ നീളവും 2.3 മീറ്റർ വീതിയുമുള്ള ബസ് 32 സീറ്റ് ഉൾപ്പെടുന്നതാണ്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡീസൽ ഇനത്തിനുള്ള പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും ഇടുങ്ങിയ പാതകളിലും ജനസാന്ദ്രത കുറഞ്ഞ മേഖലകളിലേക്കും കെ.എസ്.ആർ.ടി.സി. സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മിനി ബസ്സുകളുടെ സർവീസ് ആരംഭിക്കുന്നത്. ഇതിന് പുറമെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയും ഇതുവഴി കെ.എസ്.ആർ.ടി.സി. ഉറപ്പാക്കുന്നുണ്ട്. എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻറ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോടെ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പൊതുഗതാഗതം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ്, ഡീസൽ വെറുതെ പോവുകയാണ്. അപ്പോൾ ഡീസൽ ലാഭിക്കാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു ട്രയലാണ് ഈ വണ്ടി. നാളെ മുതൽ കൊല്ലം ജില്ലയിലും 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലകൾ നമ്മൾ ട്രയൽ നടത്തും. വണ്ടി മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ, ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ട്രയൽ വെച്ചിരുന്നു. മറ്റ് പല കമ്പനികളും ട്രയൽ വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റയാണ് ആദ്യം വന്നത്. മറ്റ് കമ്പനികൾ അവരുടെ വണ്ടികളുമായി വരുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങും. കാരണം ബഡ്ജറ്റിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട് വണ്ടി വാങ്ങാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത്രയും ഫ്ലീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കുകയും കുറേ ഫ്ലീറ്റുകൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കെ.എസ്.ആർ.ടി.സിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, കെ.എസ്.ആർ.ടി.സി. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കെ.എസ്.ആർ.ടി.സി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൺസെഷൻ എടുക്കുന്ന ഒരു ആപ്പ് ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ട്. കെ.എസ്.ആർ.ടി.സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. ആർക്കും, കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആപ്പ് കൈകാര്യം ചെയ്യാം. ഇനി ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല. ഞങ്ങളൊരു ആപ്പ് നേരത്തെ ആദ്യം വെബ്സൈറ്റിലാണ് വന്നത്, ഇപ്പോൾ നമ്മളത് ആപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക. കെ.എസ്.ആർ.ടി.സി. കൺസെഷൻ അല്ലേ, കെ.എസ്.ആർ.ടി.സി. കൺസെഷൻ എന്നുള്ള പേരിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണുക. യൂസർ ഐ ഡിയും പാസ്വേഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവിനും കുട്ടിക്കും ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ് മാത്രം മതി, വേറെ കാർഡുകളൊന്നും വേണ്ട. പിന്നെ കുട്ടിയുടെ ഫോട്ടോ, ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നെല്ലാം കൊടുക്കുക. അതിനപ്പോൾ കണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ വ്യക്തമായി ആർക്കും തന്നെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാം. പണം അതിൽ തന്നെ അടയ്ക്കാം. റിസൾട്ടായിട്ടും ഒരു മെസ്സേജ് വരും, ഇന്ന ദിവസം ഇന്ന ഡിപ്പോയിൽ വന്ന് നിങ്ങളുടെ കൺസെഷൻ കളക്ട് ചെയ്യാമെന്ന് പറയും. ആ ദിവസം പോവുക, ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കുക, കൺസെഷൻ വാങ്ങിച്ച് ഒപ്പിട്ട് ഒരു ക്യൂ നിൽക്കേണ്ട, തള്ളണ്ട, ഒന്നും വേണ്ട. വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഡാഷ്ബോർഡ് ക്യാമറകൾ, LED ടെലിവിഷൻ വിത്ത് മ്യൂസിക് സിസ്റ്റം, പ്രായാധിക്യമുള്ളവർക്കും വനിതകൾക്കും അനായാസം കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള സൗകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ ബസ്സുകൾ കെ.എസ്.ആർ.ടി.സി. നിരത്തിലിറക്കുന്നത്. കൂടുതൽ ബസ്സുകൾ വാങ്ങി കെ.എസ്.ആർ.ടി.സിയെ ജനപ്രിയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക വിലയിരുത്തൽ എന്ന നിലയിലാണ് ട്രയൽ റൺ നടന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.